Chapter 9 Environment and Sustainable Development. Environment Definition and Function. Environment is defined as the total planetary inheritance and the totality of all resources. Environment എന്ന് പറയുന്നത് ടോട്ടൽ പ്ലാനറ്ററി ഇൻഹെറിറ്റൻസ്, അതായത് ആ ഗ്രഹത്തിൽ താമസിക്കുന്ന മൊത്തം ജീവജാലങ്ങൾ, അതിലെ മൊത്തം റിസോഴ്സസ് എല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് എൻവയോൺമെൻറ്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഈച്ച് അതർ. അതിൻ്റെ അകത്ത് ജീവനുള്ളതും ജീവനില്ലാത്തതും എല്ലാം ഉൾപ്പെടും. ലിവിങ് ഓർഗാനിസം, ദ ബേർഡ്സ്, അനിമൽസ്, പ്ലാന്റ്സ്, ഫോറസ്റ്റ്, ഫിഷറീസ് എക്സെട്ര ആർ ബയോട്ടിക് എലമെൻറ്റ്സ്. ജീവനുള്ളത് എല്ലാ ലിവിങ് എലമെൻറ്റ്സും ബയോട്ടിക് എലമെൻറ്റ്സിലും. അബയോട്ടിക് എലമെൻറ്റ്സ് പറഞ്ഞാൽ എയർ, വാട്ടർ, ലാൻഡ് എക്സെട്ര. റോക്ക്, സൺലൈറ്റ് ആർ ഓൾ എക്സാമ്പിൾ ഓഫ് അബയോട്ടിക് എലമെൻറ്റ്സ് ഓഫ് ദി എൻവയോൺമെൻറ്റ്. അപ്പോൾ അബയോട്ടിക് എലമെൻറ്റ്സിൽ ജീവനില്ലാത്തതാണ് പാറ, ലാൻഡ്, വാട്ടർ, സൺലൈറ്റ്. ഇതെല്ലാം അബയോട്ടിക് എലമെൻറ്റ്സിൽ വരുന്നു. അടുത്തത് ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെൻറ്റ്. ദി എൻവയോൺമെൻറ്റ് പെർഫോം 4 vital functions. ഇറ്റ് സപ്ലൈസ് റിസോഴ്സസ്. 4 പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എൻവയോൺമെൻറ്റ് ചെയ്യുന്നു. ഒന്നാമത്തെ ഫങ്ഷൻ ഇറ്റ് സപ്ലൈസ് റിസോഴ്സസ് സപ്ലൈ ചെയ്യുന്നു. റിസോഴ്സസ് ഇൻക്ലൂഡ് ബോത്ത് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. റിന്യൂവബിൾ റിസോഴ്സസ് ആർ ദോസ് which can be used without the possibility of the resources becoming depleted or exhausted. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത് വീണ്ടും ഉണ്ടായി വരുന്നതാണ്. നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത് അത് തീർന്നു പോയാൽ പിന്നെ അത് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. റിന്യൂവബിൾ റിസോഴ്സസ് ആർ ദോസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് വിത്തൗട്ട് ദ പോസിബിലിറ്റി ഓഫ് ദ റിസോഴ്സസ് ബിക്കമിങ് depleted or exhausted. That is, continuous supply of the resources remains available. Example, renewable resources are the trees. Renewable resources are the trees in the forest and the fishes in the ocean. Renewable resources എന്ന് പറയുന്നത് വീണ്ടും തീർന്നു പോകുന്നതനുസരിച്ച് വീണ്ടും ഉണ്ടായി വരും. That is, continuous supply of the resources remain അവൈലബിൾ. അത് സപ്ലൈ ചെയ്യുന്നതനുസരിച്ച് വീണ്ടും നമുക്ക് എടുക്കാം. ഫോറസ്റ്റിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ ട്രീസ് കിട്ടും, കടലിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ മീൻ കിട്ടും. പക്ഷേ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ഓൺ ദി അതർ ഹാൻഡ് ആർ ദോസ് വിച്ച് ഗെറ്റ് എക്സ്ഹോസ്റ്റഡ് വിത്ത് എക്സ്ട്രാക്ഷൻ ആൻഡ് യൂസ്. ഫോർ എക്സാമ്പിൾ ഫോസിൽ ഫ്യൂവൽ. നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ അത് തീർന്നു പോകും, അത് പിന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റില്ല. സെക്കൻഡ്, ഇറ്റ് അസിമുലേറ്റ്സ് വേസ്റ്റ്. അത് മണ്ണിലേക്ക് അസിമുലേറ്റ് ചെയ്യുന്നു, മണ്ണിൽ ലയിക്കുന്നു. ഇറ്റ് സസ്റ്റെയിൻ ലൈഫ് ബൈ പ്രൊവൈഡിങ് ജനറ്റിക് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. ഇത് എൻവയോൺമെൻറ്റിലാണ് ഈ ലൈഫ് നിലനിർത്തുന്നത്. അപ്പോൾ ഇറ്റ് സസ്റ്റെയിൻസ് ലൈഫ് ബൈ പ്രൊവൈഡിങ് ജനറ്റിക് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് നാനാതരത്തിലുള്ള മരങ്ങളും പലതരത്തിലുള്ള നമ്മുടെക്കറിയാം ജീവജാലങ്ങളും എല്ലാം കൂടി ചേർന്നാണ് ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ ഇതിനെല്ലാം നിലനിൽക്കാനായിട്ടുള്ള ഒരു സ്ഥലം പ്രൊവൈഡ് ചെയ്യുന്നു. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് എസ്തെറ്റിക് സർവീസ് ലൈക്ക് സീനറി, എസ്തെറ്റിക് ബ്യൂട്ടി. നമുക്കറിയാം നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയുന്നത് അത് എല്ലായിടത്തും പ്രകൃതി സൗന്ദര്യം അതും എൻവയോൺമെൻറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എൻവയോൺമെൻറ്റ് ഹാഡ് ജനറലി 2 capacities. എൻവയോൺമെൻറ്റിന് 2 തരത്തിലുള്ള കപ്പാസിറ്റി ഉണ്ട്. ഒന്ന് ക്യാരിങ് കപ്പാസിറ്റി ആൻഡ് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി. ക്യാരിങ് കപ്പാസിറ്റി മീൻസ് റിസോഴ്സ് എക്സ്ട്രാക്ഷൻ ഈസ് നോട്ട് എബവ് ദ റേറ്റ് റീജനറേറ്റിംഗ് ഓഫ് ദ റിസോഴ്സസ് ആൻഡ് ദി വേസ്റ്റ് ജനറേറ്റഡ് ആർ വിത്തിൻ ദ അസിമുലേറ്റിംഗ് കപ്പാസിറ്റി ഓഫ് ദി എൻവയോൺമെൻറ്റ്. അതായത് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റിൽ കൊള്ളാൻ പറ്റുന്ന, അതിനെ അസിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേസ്റ്റ് ഒരു ലെവലുണ്ട്. അതാണ് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. മീൻസ് റിസോഴ്സ് എക്സ്ട്രാക്ഷൻ ഈസ് നോട്ട് എബവ് ദ റേറ്റ് ഓഫ് റീജനറേഷൻ ഓഫ് ദി റിസോഴ്സസ് ആൻഡ് ദി വേസ്റ്റ് ജനറേറ്റഡ് ആർ വിത്തിൻ ദ അസിമുലേറ്റിംഗ് കപ്പാസിറ്റി. അപ്പോൾ ഈ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേസ്റ്റ് എൻവയോൺമെൻറ്റിലേക്ക് ഇടുന്നത് അതിൻ്റെ അസിമുലേറ്റിംഗ് കപ്പാസിറ്റി
അനുസരിച്ചായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ അത് അവിടെ കിടന്ന് കൂമ്പാരം കൂടി എൻവയോൺമെൻറ്റിന് ഹാനികരമായിട്ട് കിടക്കും. നെക്സ്റ്റ് ഈസ് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി മീൻസ് ദി എബിലിറ്റി ഓഫ് ദി എൻവയോൺമെൻറ്റ് ടു അബ്സോർബ് ഡീഗ്രഡേഷൻ. അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഡീഗ്രഡേഷൻ, ഡീഗ്രേഡ് ചെയ്ത ഇതിനെല്ലാം എൻവയോൺമെൻറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി. അപ്പോൾ അതാണ് ക്യാരിങ് കപ്പാസിറ്റി ആൻഡ് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇതിന് രണ്ടിനും മുകളിൽ പോകുമ്പോഴാണ് പരിസ്ഥിതി മലിനീകരണം എന്ന് പറയുന്ന സംഭവം വരുന്നത്. നെക്സ്റ്റ് ഈസ് ഗ്ലോബൽ വാർമിംഗ്. Global warming is a gradual increase in the average temperature of the Earth's lower temperature as a result of the increase in greenhouse gases since the Industrial Revolution. ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് ഒരു ആവറേജ് ടെമ്പറേച്ചർ, എർത്തിൻ്റെ ആവറേജ് ടെമ്പറേച്ചർ കൂടി വരുന്നതാണ്. അതിന് കാരണം ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഫലമായിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയതുകൊണ്ടാണ് ഈ പറയുന്ന ഗ്ലോബൽ വാർമിംഗ് വരുന്നത്. ഗ്ലോബൽ വാർമിംഗ് ഈസ് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ്, മനുഷ്യൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ മാൻ മെയ്ഡ് ഇൻക്രീസ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അതർ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ത്രൂ ദി ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽ ആൻഡ് ഡീഫോറസ്റ്റേഷൻ. ഇറ്റ് ഈസ് മനുഷ്യൻ്റെ പ്രവർത്തന ഫലമായിട്ട് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഈ ഫോസിൽ ഒക്കെ കത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടും പിന്നെ ഡീഫോറസ്റ്റേഷൻ വനനശീകരണ ഫലമായിട്ടൊക്കെ ഈ പറയുന്ന ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നു. സം ഓഫ് ദി ലോങ്ങർ ടേം റിസൾട്ട് ഓഫ് global warming are melting of polar ice with a resulting rise in sea level and coastal flooding, extinction of species, frequent tropical storms and an increased incidence of tropical disease. അപ്പോൾ ഈ ഗ്ലോബൽ വാർമിംഗ് ഇങ്ങനെ കണ്ടമാനം കൂടിയാൽ പോളാർ ഐസ്, ധ്രുവപ്രദേശത്തുള്ള ഐസ് മുഴുവൻ അലുത്ത് അത് മുഴുവൻ വെള്ളമായി വെള്ളപ്പൊക്കത്തിന് കാരണമാകും. ഭയങ്കരമായ കൊടുങ്കാറ്റ് വരും. അതേപോലെ ട്രോപ്പിക്കൽ പകർച്ചവ്യാധികൾ, ട്രോപ്പിക്കൽ ഡിസീസ് പകർച്ചവ്യാധി പടർന്നു പിടിക്കും. എ UN കോൺഫറൻസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഹെൽഡ് ഇൻ ക്യോട്ടോ, ജപ്പാൻ ഇൻ 1997 റിസൾട്ടഡ് ഇൻ എ ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ് ടു ഫൈറ്റ് ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ 1997 നടന്ന UN കോൺഫറൻസ്, അത് നടന്നത് ജപ്പാനിൽ ക്യോട്ടോ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതൊരു ഇൻ്റർനാഷണൽ എഗ്രിമെൻ്റാണ് ടു ഫൈറ്റ് അഗനസ്റ്റ് ഗ്ലോബൽ വാർമിംഗ്. നെക്സ്റ്റ് ഈസ് ഓസോൺ ഡിപ്ലീഷൻ. Ozone depletion refers to the phenomena of reductions in the amount of ozone in the stratosphere. Ozone depletion എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ദി എമൗണ്ട് ഓഫ് ഓസോൺ, സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോണിൻ്റെ എമൗണ്ട് കുറഞ്ഞു വരുന്നതാണ്. ദ പ്രോബ്ലം ഓഫ് ഓസോൺ ഡിപ്ലീഷൻ ഈസ് കോസ്ഡ് ബൈ ഹൈ ലെവൽ ഓഫ് ക്ലോറിൻ ആൻഡ് ബ്രോമിൻ കമ്പൗണ്ട്സ് ഇൻ ദി സ്ട്രാറ്റോസ്ഫിയർ. ഈ പറയുന്ന രണ്ട് കോമ്പൗണ്ട് കൂടുന്നതിൻ്റെ ഫലമായിട്ടാണ്. ക്ലോറിൻ ആൻഡ് ബ്രോമിൻ എന്ന് പറയുന്ന അതിൻ്റെ കോമ്പൗണ്ട്സ് സ്ട്രാറ്റോസ്ഫിയറിൽ കൂടുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന ഓസോൺ ഡിപ്ലീഷൻ വരുന്നത്. The origin of these compounds are chlorofluorocarbon CFCs used as cooling substance in air conditioners and refrigerators. As a result of depletion of the ozone layer, more ultraviolet radiation come to Earth and causes damage to living organism. Ultraviolet radiation seems responsible for skin cancer in human beings. അപ്പോൾ ഈ ഓസോൺ ഡിപ്ലീഷൻ വന്നതിൻ്റെ ഫലമായിട്ട് അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കുകയും അത് ലിവിങ് ഓർഗാനിസത്തിന് ഡാമേജ് ആക്കുകയും അൾട്രാവയലറ്റ് റേഡിയേഷൻ ഭൂമിയിൽ നമ്മുടെ ദേഹത്ത് അടിക്കുന്നതിൻ്റെ ഫലമായിട്ട് സ്കിൻ ക്യാൻസറിനൊക്കെ കാരണമാകുന്നു. അതേപോലെ എയർ കണ്ടീഷണറിൽ നിന്ന് റെഫ്രിജറേറ്ററിൽ നിന്നുമൊക്കെ പുറന്തള്ളുന്ന വാതകങ്ങളും ഈ ക്ലോറോഫ്ലൂറോകാർബൺ CFC വർദ്ധിക്കാനായിട്ട് കാരണമാകുന്നു. ഇനി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യസ് എൻവയോൺമെൻറ്റ്. ഇന്ത്യ ഹാസ് അബൻഡൻറ്റ് നാച്ചുറൽ റിസോഴ്സസ് ഇൻ ടേംസ് ഓഫ് റിച്ച് ക്വാളിറ്റി ഓഫ് സോയിൽ. ഇന്ത്യക്ക് ഇഷ്ടംപോലെ നാച്ചുറൽ റിസോഴ്സ് ഉണ്ട്, നല്ല ക്വാളിറ്റിയുള്ള സോയിലുണ്ട്, ഹൺഡ്രഡ്സ് ഓഫ് റിവേഴ്സ് ആൻഡ് ട്രിബ്യൂട്ടറീസ് ഉണ്ട്, ലഷ് ഗ്രീൻ ഫോറസ്റ്റ്, പ്ലെൻറ്റി ഓഫ് മിനറൽ ഡെപ്പോസിറ്റ് ബെനീത്ത് ദി ലാൻഡ് സർഫേസ്, വാസ്റ്റ് സ്ട്രെച്ച് ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ, റേഞ്ചസ് ഓഫ് മൗണ്ടൻ എക്സെട്ര. ഇപ്പോൾ ഇന്ത്യയിൽ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ത്യയിലെ മണ്ണ് വളരെ വളക്കൂറുള്ള
മണ്ണാണ്. ഇഷ്ടംപോലെ റിവേഴ്സുണ്ട്, അതിൻ്റെ പോഷക നദികളുണ്ട്, ലഷ് ഗ്രീൻ ഫോറസ്റ്റ് ഉണ്ട്, പ്ലെൻറ്റി മിനറൽസ് ഡെപ്പോസിറ്റ്സ് ഇഷ്ടം പോലെയുണ്ട്, താഴ്വാര പ്രദേശങ്ങളുണ്ട്, ഇന്ത്യൻ ഓഷ്യൻ റേഞ്ചസ് ഓഫ് മൗണ്ടൻസ്, അങ്ങനെ ഒത്തിരി നാച്ചുറൽ ബ്യൂട്ടി ഉണ്ട്. ദ ഇൻഡോ ഗംഗാറ്റിക് പ്ലെയിൻ സ്പ്രെഡ് ഫ്രം അറേബ്യൻ സീ ടു ബേ ഓഫ് ബംഗാൾ ആർ വൺ ഓഫ് ദി മോസ്റ്റ് ഫെർട്ടൈൽ, ഇൻറ്റൻസീവ്ലി കൾട്ടിവേറ്റഡ് ആൻഡ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് റീജിയൻ ഇൻ ദ വേൾഡ്. ഇൻഡോ ഗംഗാറ്റിക് പ്ലെയിൻ അറേബ്യൻ സീ തൊട്ട് ബേ ഓഫ് ബംഗാൾ വരെ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഇൻഡോ ഗംഗാറ്റിക് പ്ലെയിൻ എന്ന് പറയുന്ന മോസ്റ്റ് ഫെർട്ടൈലാണ്, നല്ല കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്, ഇഷ്ടംപോലെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. ലാർജ് ഡെപ്പോസിറ്റ് ഓഫ് അയൺ ഓർ കോൾ, നാച്ചുറൽ ഗ്യാസ് ആർ ഫൗണ്ട് ഇൻ ദ കൺട്രി. പിന്നെ നമ്മുടെ രാജ്യത്ത് അയൺ ഓർ കോൾ, നാച്ചുറൽ ഗ്യാസ്, ഇതിൻ്റെ എല്ലാം ലാർജ് ഡെപ്പോസിറ്റ് നമ്മുടെ രാജ്യത്ത് ഉണ്ട്. എയർ പൊല്യൂഷൻ, വാട്ടർ കണ്ടാമിനേഷൻ, സോയിൽ ഇറോഷൻ, ഡീഫോറസ്റ്റേഷൻ, വൈൽഡ് ലൈഫ് extinction are some of the most pressing environmental concerns of India. നമുക്കറിയാം, വായുമലിനീകരണം, മണ്ണൊലിപ്പ്, വനനശീകരണം, വന്യജീവികളെ നശിപ്പിക്കൽ, ജലമലിനീകരണം, അതെല്ലാം നമ്മുടെ എൻവയോൺമെൻറ്റ് പ്രോബ്ലംസ് ആണ്. The priority issues identified are land degradation, biodiversity loss. അപ്പോൾ പ്രയോറിറ്റി ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ലാൻഡ് ഡീഗ്രഡേഷൻ, ബയോഡൈവേഴ്സിറ്റി ലോസ്, എയർ പൊല്യൂഷൻ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു വെഹിക്കുലാർ പൊല്യൂഷൻ ഇൻ അർബൻ സിറ്റീസ്, മാനേജ്മെൻറ്റ് ഓഫ് ഫ്രഷ് വാട്ടർ ആൻഡ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. മണ്ണൊലിപ്പ് തടയുക, ബയോഡൈവേഴ്സിറ്റി, നമ്മുടെ ജൈവവൈവിധ്യം നശിപ്പിക്കുന്നത്, വായുമലിനീകരണം, പിന്നെ സ്പെഷ്യൽ റെഫറൻസ് ടു വെഹിക്കിൾ, ഈ വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുക കൊണ്ടുള്ള മലിനീകരണം, ഫ്രഷ് വാട്ടർ മാനേജ് ചെയ്യുക, പിന്നെ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രശ്നങ്ങൾ. സം ഓഫ് ദി ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ലാൻഡ് ഡീഗ്രഡേഷൻ ആർ, ഈ പറയുന്ന ഭൂമിക്ക് വരുന്ന പ്രശ്നങ്ങൾ. ഒന്ന്, ലോസ് ഓഫ് വെജിറ്റേഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു ഡീഫോറസ്റ്റേഷൻ്റെ ഫലമായിട്ട് വന്ന ലോസ് ഓഫ് വെജിറ്റേഷൻ, അൺസസ്റ്റൈനബിൾ ഫ്യൂവൽ, വുഡ് ആൻഡ് ഫോഡർ എക്സ്ട്രാക്ഷൻ. വനം നശിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ഇഷ്ടം പോലെ മരങ്ങൾ വെട്ടി നശിപ്പിക്കുക, പിന്നെ കന്നുകാലിക്കുള്ള തീറ്റ അല്ലെങ്കിൽ കന്നുകാലി വളർത്തൽ, അങ്ങനെ വരുമ്പോൾ മണ്ണിൻ്റെ വളക്കൂറും ഒക്കെ നശിക്കാനായിട്ട് കാരണമാകും. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, എൻക്രോച്ച്മെൻറ്റ് ഇൻ ടു ഫോറസ്റ്റ് ലാൻഡ്, അതിക്രമിച്ച് കയറുക, ലാൻഡ് ഫോറസ്റ്റ് മറ്റേ മരമെല്ലാം വെട്ടിത്തെളിച്ച് കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത്, ഫോറസ്റ്റ് ഫയേഴ്സ്, ഓവർ ഗ്രേസിങ്, കാട്ടുതീ പരക്കുന്നത്, നോൺ അഡോപ്ഷൻ ഓഫ് ആഡിക്വേറ്റ് സോയിൽ കൺസർവേഷൻ മെഷേഴ്സ്, ശരിയായിട്ടുള്ള മണ്ണ് സംരക്ഷണ രീതികൾ അഡോപ്റ്റ് ചെയ്യാതിരിക്കുക, ഇൻഡിസ്ക്രിമിനേറ്റ് യൂസ് ഓഫ് അഗ്രോ കെമിക്കൽസ് സച്ച് എസ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്. ഒത്തിരി അഗ്രോ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സൊക്കെ ഉപയോഗിക്കുന്നത്, ഇംപ്രോപ്പർ പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇറിഗേഷൻ സിസ്റ്റം, ശരിയായിട്ടുള്ള ഇറിഗേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഇംപ്രോപ്പർ പ്ലാനിങ്, ഇറിഗേഷൻ സിസ്റ്റം മാനേജ് ചെയ്യാതിരിക്കുക, എക്സ്ട്രാക്ഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ ഇൻ ദ കോമ്പീറ്റിംഗ് യൂസ് ഓഫ് ലാൻഡ് ഫോർ ഫോറസ്ട്രി, അഗ്രികൾച്ചർ, പാസ്ചേഴ്സ്, ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രീസ്. ഗ്രൗണ്ട് വാട്ടർ, കുഴൽ കിണറുകൾ ഒക്കെ ഒത്തിരി കുഴിക്കുന്നതും ഒക്കെ മണ്ണിന് പ്രശ്നമാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. The concept of sustainable development was emphasized by the United Nations Conference on Environment and Development, which defined it as development that meets the needs of the present generation without compromising the ability of the future generation to meet their own
നീഡ്സ്. അപ്പോൾ ദ കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വാസ് എംഫസൈസ്ഡ് ബൈ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ UNCED ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡെവലപ്മെൻറ്റ് ദാറ്റ് മീൻസ് ദ നീഡ് ഓഫ് പ്രസൻറ്റ് ജനറേഷൻ. ഇപ്പോഴത്തെ ജനറേഷൻ്റെ പ്രശ്നങ്ങൾ മീറ്റ് ചെയ്യണം വിത്തൗട്ട് കോംപ്രമൈസിങ് ദി എബിലിറ്റി. പക്ഷേ ഫ്യൂച്ചർ ജനറേഷൻ്റെ കാര്യങ്ങൾക്ക് ഒരു കുറവും വരുത്താതെ വേണം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ. ഇപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എയിംസ് അറ്റ് decreasing absolute poverty of the poor by providing lasting and secure livelihood that minimize resource depletion, environment degradation, cultural disruption and social instability. ഇപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലെ ലക്ഷ്യം എന്ന് പറയുന്നത് ഡിക്രീസിങ് ദ അബ്സല്യൂട്ട് പോവർട്ടി ഓഫ് ദ പൂവർ, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക, പ്രൊവൈഡിങ് ലാസ്റ്റിംഗ് ആൻഡ് സെക്യൂർ ലൈവ്ലിഹുഡ്. അപ്പോൾ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുകയാണെങ്കിൽ വനനശീകരണമൊക്കെ കുറയും, എൻവയോൺമെൻറ്റ് ഡീഗ്രഡേഷൻ കുറയും, കൾച്ചറൽ ഡിസ്റപ്ഷൻ ആൻഡ് സോഷ്യൽ ഇൻസ്റ്റബിലിറ്റി ഒക്കെ കുറയും. അപ്പോൾ ഒന്ന് അബ്സല്യൂട്ട് പോവേർട്ടി കുറയ്ക്കുക എന്നുള്ളതാണ് എൻവയോൺമെൻറ്റ് രക്ഷിക്കാനുള്ള ഒരു വഴി. Sustainable development is a development that meets the basic needs of all, particularly the poor majority, for employment, food, energy, water, housing, and ensures growth of agriculture, manufacturing, power and services to meet these needs. ഇപ്പോൾ sustainable development എന്ന് പറയുന്നത് is a development that meet the basic needs സാറ്റിസ്ഫൈ ചെയ്യണം, particularly poor majority, പാവപ്പെട്ടവരായ ആളുകളുടെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യണം. അവർക്ക് തൊഴിൽ, ഫുഡ്, എനർജി, വാട്ടർ, ഹൗസിംഗ്, എൻഷ്യൂർസ് ഗ്രോത്ത് ഓഫ് അഗ്രികൾച്ചർ, മാനുഫാക്ചറിങ്, ഈ പറയുന്ന ബേസിക് നീഡ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ദ ബ്രട്ട്ലാൻഡ് കമ്മീഷൻ എംഫസൈസ് ഓൺ പ്രൊട്ടക്റ്റിംഗ് ദി ഫ്യൂച്ചർ ജനറേഷൻ. ഈ ബ്രട്ട്ലാൻഡ് കമ്മീഷൻ എംഫസൈസ് ചെയ്യുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഫ്യൂച്ചർ ജനറേഷനാണ്. ഫ്യൂച്ചർ ജനറേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് കാര്യത്തിനാണ് അവർ മുൻതൂക്കം കൊടുക്കുന്നത്. ദ പ്രസൻറ്റ് ജനറേഷൻ ക്യാൻ പ്രൊമോട്ട് ഡെവലപ്പിംഗ് ദി എംഫസൈസ് ഓൺ പ്രസൻറ്റ് ജനറേഷൻ ക്യാൻ പ്രൊമോട്ട് ഡെവലപ്മെൻറ്റ് ദാറ്റ് എംഫസിസ്. ഈ പ്രസൻറ്റ് ജനറേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കൺസർവേഷൻ, നാച്ചുറൽ റിസോഴ്സസ്, അവർക്ക് ജീവിക്കാനുള്ള ഗ്രഹം, അവർക്ക് ജീവിക്കാനുള്ള ഭൂമി, നാച്ചുറൽ റിസോഴ്സസ് നമ്മൾ സംരക്ഷിക്കണം. പ്രിസർവേഷൻ ഓഫ് ദി റീജനറേറ്റിംഗ് കപ്പാസിറ്റി ഓഫ് ദ വേൾഡ്സ് നാച്ചുറൽ എക്കോസിസ്റ്റം. റീജനറേറ്റീവ് കപ്പാസിറ്റി, നാച്ചുറൽ എക്കോസിസ്റ്റം നമ്മൾ പ്രിസർവ് ചെയ്യണം. അവോയ്ഡിങ് ദി ഇമ്പോസിഷൻ ഓഫ് ആഡഡ് കോസ്റ്റ് ഓർ റിസ്ക് ഓൺ ഫ്യൂച്ചർ ജനറേഷൻ. അല്ലെങ്കിൽ നിലവിൽ പെട്രോളിയം, കൽക്കരി എല്ലാം തീർത്ത് വെച്ചാൽ ഭാവിയിലുള്ള ആളുകൾക്ക് ഇതൊന്നും ഇല്ലാതെ ജീവിക്കേണ്ട ഒരു അവസ്ഥ വരും. അക്കോർഡിംഗ് ടു ഹെർമാൻ ഡെലെ, a leading environmental economist, to achieve sustainable development the following needs to be done. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ലീഡിങ് എൻവയോൺമെൻറ്റൽ ഇക്കോണമിസ്റ്റ് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ താഴെ പറയുന്ന ആവശ്യങ്ങൾ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ലിമിറ്റിംഗ് ദ ഹ്യൂമൻ പോപ്പുലേഷൻ അറ്റ് എ ലെവൽ വിത്തിൻ ദ ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ദി എൻവയോൺമെൻറ്റ്. അപ്പോൾ ഈ എൻവയോൺമെൻറ്റിന് താങ്ങാൻ പറ്റുന്ന അത്ര ഹ്യൂമൻ പോപ്പുലേഷനെ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് പോയാൽ അത് ലോഡാവും. ആ ലിമിറ്റ് മാർക്ക് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെങ്കിലും പ്രശ്നങ്ങൾ വരും. ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഷുഡ് ബി ഇൻപുട്ട് എഫിഷ്യൻറ്റ് ആൻഡ് നോട്ട് ഇൻപുട്ട് കൺസ്യൂമിങ്. ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്ന് പറയുന്നത് ഷുഡ് ബി ഇൻപുട്ട് എഫിഷ്യൻ്റ് ആയിരിക്കണം, അല്ലാതെ ഇൻപുട്ട് കൺസ്യൂമിങ് മാത്രം ആയിരിക്കരുത്. Renewable resources should be extracted on a sustainable basis. Renewable resources sustainable basisൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. That is, rate of extraction should not exceed the rate of regeneration. റീജനറേഷൻ അനുസരിച്ച് വേണം നമ്മൾ ഈ പറയുന്ന റിന്യൂവബിൾ റിസോഴ്സ് എടുക്കാൻ. ഫോർ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് റേറ്റ് ഓഫ് ഡിപ്ലീഷൻ ഷുഡ് നോട്ട് എക്സീഡ് ദ റേറ്റ് ഓഫ് ക്രിയേറ്റിംഗ് നോൺ റിന്യൂവബിൾ സബ്സ്റ്റിറ്റ്യൂട്ട്. നോൺ റിന്യൂവബിൾ റിസോഴ്സസിൻ്റെ കാര്യത്തിൽ
അത് എടുത്താൽ തീർന്നു പോകുന്നതാണ്. സോ ദ റേറ്റ് ഓഫ് ഈ റിന്യൂവബിൾ റിസോഴ്സസ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതിന് ഒപ്പം തന്നെ നമ്മൾ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് അത് ഒത്തിരിയായിട്ട് ഉപയോഗിക്കാതെ ഒരു അത്യാവശ്യത്തിന് ഉപയോഗിച്ച് ബാക്കിയുള്ളത് ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കണം. ഇൻഎഫിഷ്യൻസീസ് അറൈസിങ് ഫ്രം പൊല്യൂഷൻ ഷുഡ് ബി കറക്റ്റഡ്. അപ്പോൾ ഈ ഇൻഎഫിഷ്യൻസീസിൻ്റെ ഫലമായിട്ട് വന്ന പൊല്യൂഷൻ, മലിനീകരണം നമ്മൾ കറക്റ്റ് ചെയ്യണം. നെക്സ്റ്റ് ഈസ് സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് ഒന്ന് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ഹ്യൂജ്ലി ഡിപ്പെൻഡൻ്റ് ഓൺ തെർമൽ ആൻഡ് ഹൈഡ്രോ പവർ പ്ലാന്റ്. അപ്പോൾ ഇന്ത്യ കൂടുതലായിട്ട് തെർമൽ ജലവൈദ്യുത പദ്ധതിയും താപവൈദ്യുത പദ്ധതിയാണ് കൂടുതലായിട്ട് മീറ്റ് ചെയ്യുന്നത്. ബോത്ത് ദീസ് ഹാവ് അഡ്വേഴ്സ് ഇഫക്റ്റ് ഓൺ എൻവയോൺമെൻറ്റ്. ഈ രണ്ട് കാര്യങ്ങളും എൻവയോൺമെൻറ്റിന് അഡ്വേഴ്സായിട്ട് പ്രതികൂലമായിട്ട് ബാധിക്കും. വിൻഡ് പവർ ആൻഡ് സോളാർ പവർ ആർ ഗുഡ് എക്സാമ്പിൾ ഓഫ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ആൻഡ് ദേ ആർ മോർ ഇക്കോ ഫ്രണ്ട്ലി. പക്ഷേ വിൻഡ് പവറും സോളാർ പവറും എനർജി റിസോഴ്സസ് അത് ഇക്കോ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഈ പറയുന്ന വിൻഡ് പവറും സോളാർ പവറും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി LPG ഗോബർ ഗ്യാസ് ഇൻ റൂറൽ ഏരിയാസ്. ഹൗസ് ഹോൾഡ് ഇൻ റൂറൽ ഏരിയാസ് ജനറലി യൂസ് വുഡ്, ഡങ് കേക്ക് ഓർ അതർ ബയോമാസ് ആസ് ഫ്യൂവൽ. അപ്പോൾ റൂറൽ ഏരിയാസിൽ വില്ലേജിൽ കൂടുതലും ബയോഗ്യാസ്, പിന്നെ വിറക്, ഇതൊക്കെയാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. ദിസ് പ്രാക്ടീസസ് ഹാസ് several adverse implications like deforestation, reduction in green cover, wastage of cattle dung and air pollution. അപ്പോൾ ഈ ഉണങ്ങിയ ചാണകം കത്തിക്കുമ്പോൾ എയർ പൊല്യൂഷന് കാരണമാകും. അതേപോലെ several adverse implication like deforestation, reduction in green cover, വനനശീകരണത്തിനൊക്കെ കാരണമാകും ഒത്തിരി വിറക് ഒക്കെ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ LPG ഗോബർ ഗ്യാസ് plant is being provided through easy loan and subsidy. To rectify the situation, LPG gobar gas plant is being provided. അതിന് സബ്സിഡിയൊക്കെ കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റ് റെഡ്യൂസസ് ഹൗസ് ഹോൾഡ് പൊല്യൂഷൻ ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്. ഓൾസോ എനർജി വേസ്റ്റേജ് ഈസ് ലിമിറ്റഡ്. അപ്പോൾ ഗോബർ ഗ്യാസും LPG ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എൻവയോൺമെൻറ്റ് പൊല്യൂഷനൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി CNG in urban areas. In Delhi, use of compressed natural gas CNG as fuel in public transport system has significantly lowered air pollution. അപ്പോൾ CNG എന്ന് പറയുന്ന ഗ്യാസ് ഉപയോഗിക്കുകയാണെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഉപയോഗിച്ചാൽ ഒത്തിരി എയർ പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതേപോലെ വിൻഡ് പവർ ഇൻ ഏരിയ വേർ സ്പീഡ് ഓഫ് വിൻഡ് ഈസ് യൂഷ്വലി ഹൈ. ഇൻ ഏരിയാസ് വേർ കാറ്റ് നന്നായിട്ടുള്ള സ്ഥലത്ത് വിൻഡ് മിൽ ക്യാൻ പ്രൊവൈഡഡ് ഇലക്ട്രിസിറ്റി വിത്തൗട്ട് എനി അഡ്വേഴ്സ് ഇമ്പാക്റ്റ് ഓൺ ദി എൻവയോൺമെൻറ്റ്. അപ്പോൾ വിൻഡ് കൂടുതലുള്ള സമയത്ത് നമുക്ക് വിൻഡ് മില്ല് സ്ഥാപിച്ചിട്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനായിട്ട് സഹായിക്കും. സോളാർ പവർ ത്രൂ ഫോട്ടോ വോൾട്ടൈക് സെൽ. India is naturally endowed with a large quantity of solar energy in the form of sunlight. ഇഷ്ടം പോലെ സോളാർ എനർജി നമുക്കുണ്ട്. നൗ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫോട്ടോ വോൾട്ടാനിക് സെൽ സോളാർ എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിസിറ്റി. അപ്പോൾ സോളാർ എനർജി ഉപയോഗിച്ച് നമുക്ക് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ദി സെൽ യൂസ് സ്പെഷ്യൽ കൈൻഡ് ഓഫ് മെറ്റീരിയൽസ് ടു ക്യാപ്ചർ സോളാർ എനർജി ആൻഡ് ദെൻ കൺവേർട്ട് ദി എനർജി ഇൻ ടു ഇലക്ട്രിസിറ്റി. അപ്പോൾ ഈ സെല്ല് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ടു ക്യാപ്ചർ. അപ്പോൾ ഫോട്ടോ വോൾട്ടാനിക് സെൽ എന്ന് പറയുന്നത് ഈ സോളാർ എനർജി ക്യാപ്ചർ ചെയ്യും, ദെൻ കൺവേർട്ട് എനർജി ഇൻ ടു ഇലക്ട്രിസിറ്റി. ദിസ് ടെക്നിക് ഈസ് ഓൾസോ ടോട്ടലി ഫ്രീ ഫ്രം പൊല്യൂഷൻ. അപ്പോൾ ഇതും പൊല്യൂഷന് കാരണമാവില്ല. ഇനി മിനി ഹൈഡൽ പ്ലാന്റ്. In mountain regions, steams can be
streams can be found almost everywhere. By using these streams, we can construct mini hydel power plant. Such power plants are environmental friendly as they do not change the land use pattern in areas where they are located. Moreover, they generate through power to meet local demand. അപ്പോൾ മിനി ഹൈഡൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ മൗണ്ടൻ റീജിയൻസിൽ സ്ട്രീംസ് ക്യാൻ ബി ഫൗണ്ട് ഓൾമോസ്റ്റ് എവറി മൗണ്ടൻ റീജിയൻസിൽ ഇഷ്ടംപോലെ സ്ട്രീംസ് കാണാനായിട്ട് സാധിക്കും. ബൈ യൂസിങ് ഈ സ്ട്രീംസ് വെച്ചിട്ട് മിനി ഹൈഡൽ പവർ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ such power plants are environment friendly ആണ്. They do not change the land use pattern in areas where they are located. Moreover, they generate enough power to meet. അപ്പോൾ ആ പ്രദേശത്തേക്ക് ആവശ്യമുള്ള ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനായിട്ട് മിനി ഹൈഡൽ പ്ലാന്റ്സ് സഹായിക്കും. Next is traditional knowledge and practices. Traditionally, Indian people have keep close to the environment. But traditional knowledge, Indian people ഒത്തിരി ട്രഡീഷണൽ നോളജ് ഉണ്ട്. ദേ പ്രാക്ടീസ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി അഗ്രികൾച്ചർ സിസ്റ്റം, ഹെൽത്ത് കെയർ സിസ്റ്റം, ഹൗസിംഗ്, ട്രാൻസ്പോർട്ട് എക്സെട്ര. അപ്പോൾ അവർക്ക് ശരിയായ രീതിയിലുള്ള അഗ്രികൾച്ചർ സിസ്റ്റവും ഹെൽത്ത് കെയർ സിസ്റ്റം, ഹൗസിംഗ് ഇതെല്ലാം പരിചയമുണ്ട്. അപ്പോൾ ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസ് എൻവയോൺമെൻറ്റിനെ സംരക്ഷിക്കാനായിട്ട് സഹായിക്കും. നെക്സ്റ്റ് ഈസ് ബയോ കമ്പോസ്റ്റിംഗ്. In our quest to increase agriculture production during the last 5 decades, we almost totally neglected the use of compost and completely switched over to chemical fertilizer. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാലങ്ങളായിട്ട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സാണ് മൊത്തത്തിൽ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്നത്. ഇറ്റ് അഡ്വേഴ്സ്ലി ഇഫക്റ്റഡ് അവർ ലാൻഡ്, ഹെൽത്ത്, വാട്ടർ ബോഡീസ് ഡ്യൂ ടു കെമിക്കൽ കണ്ടാമിനേഷൻ. പക്ഷേ ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എല്ലാം ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ആരോഗ്യവും ലാൻഡിൻ്റെ, ഭൂമിയുടെ, മണ്ണിൻ്റെ പോഷകവും വാട്ടർ ബോഡീസും എല്ലാം മൊത്തത്തിൽ മലിനമായി. Now farmers in large number all over the country have started using compost made from organic waste of different types. പക്ഷേ ഇപ്പോൾ ഫാർമേഴ്സൊക്കെ ബയോ കമ്പോസ്റ്റിംഗ്, അതായത് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓർഗാനിക് വേസ്റ്റ് കൊണ്ട് പലതരത്തിലുള്ള വളങ്ങൾ ഒക്കെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എർത്ത് വോംസ് ക്യാൻ കൺവേർട്ട് ഓർഗാനിക് മാറ്റർ ഇൻറ്റു, ഇപ്പോൾ മണ്ണിര കമ്പോസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മണ്ണിന് ഹാനികരം അല്ലാത്ത ഒന്നാണ്. Earthworms can convert organic matter into compost faster than the normal composting process. This process is now being widely used. അപ്പോൾ വളം ഉണ്ടാക്കാനായിട്ട് ഈ മണ്ണിര കമ്പോസ്റ്റ് പ്രോസസ്സിംഗ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ബയോപെസ്റ്റ് കൺട്രോൾ. വിത്ത് ദി അഡ്വെൻറ്റ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ, അവർ ഫാമേഴ്സ് യൂസ് മോർ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഫോർ ഹൈ ഈൽഡ്. അപ്പോൾ കീടങ്ങളെ നശിപ്പിക്കാനായിട്ട് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആണ് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആസ് എ റിസൾട്ട് ഫുഡ് പ്രോഡക്ട്സ്, ഓയിൽ, വാട്ടർ ബോഡീസ് ആൻഡ് ഈവൻ ഗ്രൗണ്ട് വാട്ടർ വാസ് പൊള്യൂട്ടഡ് വിത്ത് പെസ്റ്റിസൈഡ്. മുഴുവൻ വിഷമയമായി, മണ്ണും വെള്ളവും എല്ലാം. ഈവൻ മിൽക്ക്, മീറ്റ്, ഫിഷസ് വർ ഓൾസോ കണ്ടാമിനേറ്റഡ്. ഈ പറയുന്ന പാലും മാംസവും മീനും എല്ലാം പെസ്റ്റിസൈഡ്സ് ആയി. ടു മീറ്റ് ദിസ് ചേഞ്ചസ് നൗ ബെറ്റർ മെത്തേഡ് ഓഫ് എക്കോ ഫ്രണ്ട്ലി പെസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് വർ യൂസ്ഡ്. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പെസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് ഉപയോഗിച്ചു തുടങ്ങി. വൺ സച്ച് സ്റ്റെപ്പ് ഈസ് ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ് ബേസ്ഡ് ഓൺ പ്ലാന്റ് പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് ഈ ബയോ പെസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒത്തിരി, ഈ ഇപ്പോൾ കാന്താരിമുളക് അരച്ചിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അങ്ങനെ ഒത്തിരി ബയോ പെസ്റ്റ് കൺട്രോൾസ് നമുക്ക് പ്ലാന്റ് ചെയ്ത് തന്നെ കിട്ടും. അപ്പോൾ മിക്സഡ് ക്രോപ്പിംഗ് ആൻഡ് ഗ്രോയിങ് ഡിഫറെൻറ്റ് ക്രോപ്പ് ഇൻ കോൺസെക്യൂട്ടീവ് ഇയേഴ്സ് ഓൺ ദി സെയിം ലാൻഡ് ഹാവ് ഓൾസോ ഹെൽപ്ഡ് ഫാമേഴ്സ്. അതേപോലെ മിക്സഡ് ക്രോപ്പിംഗ്, പലതരത്തിലുള്ള വിളകൾ
പിന്നെ ഗ്രോയിങ് ഡിഫറെൻറ്റ് ക്രോപ്സ്, ഇതെല്ലാം ഓരോ വർഷവും മാറി മാറി കൃഷി ചെയ്യുന്നതെല്ലാം ഈ ഭൂമിയുടെ വളക്കൂറ് നിലനിർത്താനായിട്ട് സഹായിക്കും. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എയിം അറ്റ് പ്രൊമോട്ടിംഗ് ദ കൈൻഡ് ഓഫ് ഡെവലപ്മെൻറ്റ് ദാറ്റ് മിനിമൈസ് എൻവയോൺമെൻറ്റ് പ്രോബ്ലംസ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ലക്ഷ്യം വയ്ക്കുന്നത് എൻവയോൺമെൻറ്റ് പ്രോബ്ലംസ് മിനിമൈസ് ചെയ്യുക, മീറ്റ്സ് ദ നീഡ് ഓഫ് ദി പ്രസൻറ്റ് ജനറേഷൻ, ഇപ്പോഴത്തെ ജനറേഷൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുക, വിത്തൗട്ട് കോംപ്രമൈസിങ് ദി എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ, ഭാവിയിൽ വരും തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ഒപ്പം ഈ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്ന രീതിയിൽ ആണ് അതുപോലുള്ള കാര്യങ്ങളാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ലക്ഷ്യം വയ്ക്കുന്നത്.